എല്ലാവർക്കും നമസ്കാരം. എന്റർടൈൻമെന്റ് കീഴിലേക്ക് എല്ലാവർക്കും സ്വാഗതം. യെസ്, എന്റർടൈൻമെന്റ് കിഴി റിയാക്ഷൻ ആണ്. ദുൽഖർ സൽമാൻ 40 DQ 40 സിനിമയുടെ ടൈറ്റിൽ റിവീലിംഗ് ഇപ്പോൾ ഏതാനും നിമിഷങ്ങൾക്കകം സംഭവിക്കും. അതിനുള്ള കട്ടക്കാത്തിരിപ്പിലാണ് നഹാസ് ഹിദായത്ത് മൂവി. അതായത് ഒരു 2 വർഷത്തിന് ശേഷം DQന്റെ ഒരു ഗംഭീര തിരിച്ചുവരവ് ആഗ്രഹിക്കുന്ന ഒരു സിനിമ. യെസ്, അതായത് 2 വർഷത്തിന് ശേഷം മലയാളത്തിലേക്ക്. യെസ്, നമ്മളിതിന്റെ വീഡിയോ നിലട്ടപ്പോൾ ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു, മലയാള സിനിമ മലയാളമാണോ? അറിഞ്ഞൂടാ, അല്ലെങ്കിൽ ഞങ്ങൾ കമന്റ്സ് വരില്ലല്ലോ. DQ 40 എന്നൊക്കെ പറയുമ്പോഴേ വേറെ വല്ല സിനിമയായിരിക്കും വിചാരിച്ചിട്ടുണ്ടാവും. പക്ഷെ മലയാള സിനിമയാണ് കേട്ടോ. DQ 40 നഹാസ് ഹിദായത്താണ്. അതെ, പിന്നെ അതിന്റെ ആ ഒരു പോസ്റ്റർ ഉണ്ടായിരുന്നല്ലേ, അതിന്റെ റിവീലിംഗ് സംഭവിക്കുമെന്നുള്ളതിന്റെ അനൗൺസ്മെന്റ് പോസ്റ്റർ. അത് ഒരു ക്യാസിനോ കോയിനൊക്കെ ആയിരുന്നല്ലോ. അപ്പോൾ എന്തോ വലിയ പരിപാടിയാണെന്നുള്ളൊരു തോന്നൽ ഉണ്ടായിട്ടുണ്ടാവാം. തീർച്ചയായിട്ടും വലിയ പരിപാടി തന്നെയാണ്. അത് മലയാളത്തിൽ നിന്നും സംഭവിക്കും. അതും ബിഗ് ബജറ്റിലാണ് സിനിമ വരുന്നത് കേട്ടോ. സംഭവ ബഹുലാണ്. അതിന്റെ കാര്യങ്ങളൊക്കെ എടുത്തു കഴിഞ്ഞാല് ഒരുപാടുണ്ട് പറയാൻ. അതായത് നഹാസ് ഹിദായത്താണ് ഇതിന്റെ സംവിധാനം. ഇല്ല, അത് നമുക്ക് നോക്കാം. ഞാനും വിചാരിച്ചു വന്നോ. ഞാൻ കുറച്ച് ചെറിയ ഡീറ്റെയിൽസ് പറയാം. അതായത് ജിംഷി ഖാലിദാണ് ഇതിന്റെ DOP, മ്യൂസിക് ജെയ്സ് ബിജോയ്, എഡിറ്റർ ചമൻ ചാക്കോ, റൈറ്റേഴ്സ് ഒരുപാട് പേരുണ്ട്. നഹാസ് ഉണ്ട്, സജീർ ബാബ, ബിലാൽ മൊയ്തു, ഇസ്മായിൽ അബൂബക്കർ. 4 പേര്. എത്രയും പേരുണ്ടല്ലേ? അപ്പോൾ 4 പേര് സ്ക്രിപ്റ്റ് റൈറ്റേഴ്സോ. പിന്നെ ആർട്ട് അജയൻ ചലിശ്ശേരി, പിന്നെ കോസ്റ്റ്യൂം മഷർ ഹംസ, മേക്കപ്പ് റോണക്സ് സേവിയർ, ഫൈറ്റ് കൊറിയോഗ്രാഫി അൻപറിവാണ്. മലയാളത്തില് RDXന് ശേഷം അതെ അൻപറിവ് വരുന്നു. യെസ്, പിന്നെ മറ്റൊരു പ്രത്യേകത എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് വലിയ കാസ്റ്റിംഗ് ആണ്. ദുൽഖർ സൽമാൻ നായകനാവുന്നു. കൂടെ SJ സൂര്യ ഉണ്ട് എന്നുള്ളത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ അത് പിന്നീട് മിസ്കിനാണ് ആ കഥാപാത്രം ചെയ്യുന്നതെന്നുള്ള രീതിയിൽ ന്യൂസ് വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ആൻ്റണി പെപ്പെ ഒരു പ്രധാന വേഷം ചെയ്യുന്നുണ്ട്. പിന്നെ RDXന്റെ വില്ലൻ നമ്മുടെ റൈഫിൾ ക്ലബിലൊക്കെ ഉള്ള ചെക്കൻ്റെ പേരെന്താ? അയ്യോ, മറന്നുപോയി. അതെ, ആളുണ്ട് എന്നുള്ളത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ നടി മൃണാൾ താക്കൂറോ അല്ലെങ്കിൽ പ്രിയങ്ക മോഹനോ അങ്ങനെയൊക്കെ പറഞ്ഞു കേൾക്കുന്നുണ്ട്. എന്തായാലും സംഭവ ബഹുലമായിട്ടുള്ള ഒരു ടീമാണ് വരുന്നത്. വേറെ ലെവൽ പരിപാടി ആയിരിക്കും. എന്തായാലും നല്ല കിടിലൻ ഒരു തീമിലാണ് ഈ സിനിമ വരുന്നത്. ഒരുപാട് പ്രതീക്ഷ ഉണ്ട്. ആ തീമിൽ നമുക്ക് ഭയങ്കര വിശ്വാസമുണ്ട്. നല്ല രീതിയിൽ മേക്ക് ചെയ്തെടുക്കാൻ പറ്റുമെന്നുള്ളത് തന്നെയാണ് നമ്മുടെ പ്രതീക്ഷ. കാരണം അതിനുള്ള ടീമാണ്, കാസ്റ്റ് ആൻഡ് ക്രൂ അങ്ങനത്തെ ടീമാണ്. എന്തായാലും മൊത്തം അതിനുള്ള ഒരു സെറ്റപ്പ് ഉള്ള ടീംസാണ്. അതുകൊണ്ട് തന്നെ ഒരു പ്രതീക്ഷ കൂടുതലുണ്ട് കേട്ടോ. ഇനി ബാക്കിയൊക്കെ സിനിമ വന്നതിന് ശേഷമുള്ള സംഭവങ്ങളാണ്. അതെങ്ങനെയാകും എന്താവും എന്നുള്ളതൊക്കെ ഈ ഒരു കാസ്റ്റിങ്ങിലും ഈ ഒരു ടീമിലും നമുക്ക് വിശ്വാസമുണ്ട്. എന്തായാലും പാൻ ഇന്ത്യൻ റീച്ചിൽ വരുന്ന ഒരു സംഭവബഹുലമായിട്ടുള്ളൊരു സിനിമ തന്നെയായിരിക്കും. ആ ഒരു പ്രതീക്ഷയോടെ നമുക്ക് സമയത്തിൽ നോക്കിയിട്ടായിരുന്നല്ലേ. ആയിട്ടുണ്ട് കേട്ടോ. അനൗൺസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ദുൽഖറിന്റെ സിനിമയാണ് മലയാള സിനിമ എന്നൊന്നും പറയാൻ പറ്റില്ല. അത് പാൻ ഇന്ത്യൻ സിനിമ തന്നെയാണ്. പിന്നെ അതെല്ലാവർക്കും അറിയുന്നത് തന്നെയാണ്. അത് ഏത് ലാംഗ്വേജിലെ സിനിമയാണെങ്കിലും ദുൽഖറിന്റെ സിനിമകൾക്ക് അങ്ങനെ അത് ഭയങ്കരമായിട്ടുള്ളൊരു സംഭവമാണ്. ഇപ്പോൾ നമ്മുടെ മറ്റു താരങ്ങളുടേതെല്ലാം അത് വലിയ സിനിമകൾ ചിലത് പാൻ ഇന്ത്യൻ ആവും, അല്ലെങ്കിൽ സാധാരണ ഒരു മലയാള സിനിമ എന്നുള്ള രീതിയിൽ തന്നെയാണ് ഇറങ്ങുക. ദുൽഖറിന്റെ അങ്ങനെ നോട്ടല്ല. എല്ലാം എവിടെയാണോ സിനിമ ഇറങ്ങുന്നത് അത് അവരുടെ മാത്രം സിനിമയല്ല, പാൻ ഇന്ത്യൻ സിനിമയായിരിക്കും. അപ്പം അടുത്ത മലയാളത്തിന്റെ പാൻ ഇന്ത്യൻ സിനിമയും കൂടിയാണ്. അതെ, എന്തായാലും നോക്കാട്ടോ. എന്തായാലും ഇൻസ്റ്റയിലേക്ക് പോയേക്കാം. വന്നോ? പിന്നെ കണ്ടോ? വന്നില്ല. ഓ, I am gay. യാ മോനെ, I am gay. A film by നഹാസ് ഹിദായത്ത്. I am gay. എൻ്റെ കളി. I am gay. ഓക്കേ. മോനെ, എൻ്റെ കളി. അപ്പൊ കൊറേ സംഭവം ഉണ്ടാവുമല്ലോ. ഒരു സംഭവ ബഹുലമായ സംഭവം ആയിരിക്കുമല്ലോ. ഇനിയാണ് അവന്റെ കളി. ഇനിയാണ് കളി. കൊറേ കളികള് നഷ്ടമായ ആളാണ്. ആ നഷ്ടങ്ങളെല്ലാം അവിടെ നികത്തും. മനസ്സിലായി കാണുമല്ലോ. അതായത് ഒന്നുകൂടി വ്യക്തമായിട്ട് പറഞ്ഞു കൊടുത്തു. എനിക്ക് സങ്കടമുണ്ട്, ഒരുപാട് നഷ്ടപ്പെട്ട കളികളെ കുറിച്ച് ഓർത്തു. നീ കാരണം നഷ്ടപ്പെട്ട കുറെ കളികളെ ഓർത്ത്. കളികളൊക്കെ തിരിച്ച് കളിക്കാൻ ചെറുക്കം വരുന്നുണ്ട്. കയ്യില് ക്രിക്കറ്റ് ബോള്, പിന്നെ വലത് കയ്യിൽ ഇടത് കയ്യില്
ചീട്ട്, അത് കത്തുന്ന ചീട്ടാട്ടോ. കറക്റ്റ് സെന്റർ ഭാഗം അത് ഡയമണ്ട് ലുക്കില്, ഡയമണ്ട് ആകൃതിയിൽ ആ എംബ്ലം കത്തിയിട്ടുണ്ട്. എന്താണെങ്കിലും വലത്ത് കൈയില് ചോരയും ഒരു കെട്ടും. അതെ, വലത് കയ്യില് ചോരയൊക്കെ ഉണ്ട് അല്ലേ? ഒരു കെട്ടുണ്ട്, ചോര ഒഴുകുന്നുണ്ട്. കയ്യിൽ ഒരു ബോളും ഉണ്ട്, റെഡ് സ്റ്റിച്ച് ബോള്. 2 ക്യാരക്ടർ ആയിരിക്കുമോ? 2 അതായത് കാസിനോയിലൊക്കെ ഈ ഇപ്പൊ ഇന്നലെ വന്നത് കൂടി നോക്കുമ്പോഴേ ഈ ചൂതാട്ട പരിപാടിയൊക്കെ വരില്ലേ, ചീട്ട് കൊണ്ട് മുച്ചീട്ട് പരിപാടികളൊക്കെ, അത് ചെയ്യുന്ന ഒരു ക്യാരക്ടർ ആളിൽ ഉണ്ടാവാം. പിന്നെ ആള് നല്ലൊരു ക്രിക്കറ്റ് പ്ലെയർ ആയിരിക്കാം. അതാണ് വലത്തെ കയ്യില് ബോളിന്റെ. ഇനി മറ്റൊരു രീതിയിൽ ചിന്തിച്ചു കഴിഞ്ഞാല് ഈ 1 ടീംസ് ഉണ്ട്, അതായത് ചൂതാട്ടത്തിന്റെ ഒക്കെ. അതായത് ഈ 2ഉം ചൂതാട്ടമായിട്ട് എടുക്കുന്ന ആൾക്കാർ കേട്ടോ. അതായത് ക്രിക്കറ്റിലും വാതുവെപ്പ് പരിപാടികളൊക്കെ ചെയ്യുന്ന ആൾക്കാര്, ഇപ്പുറത്ത് അതേപോലെ തന്നെ കാശ് ഇറക്കിയിട്ടുള്ള മറ്റേ കാസിനോ പരിപാടികളൊക്കെ ചെയ്യുന്ന ആൾക്കാർ. അതായത് ഇത്ര റിച്ച് ആയിട്ടാണ് സംഭവം കാണിച്ചത്. അതായത് സ്യൂട്ട്, കയ്യിൽ റോളക്സിന്റെ വാച്ച്, പിന്നെ ഒരു റിങ്ങിലും ഫുള്ള് ചീട്ടിന്റെ എംബ്ലംസ് ആണ്. അതായത് സ്പേഡ്, ആടുതൻ, ഡയമണ്ട്, ക്ലാവർ, ഈ 4 എംബ്ലം കറക്റ്റ് കാണുന്നത്. ആള് വേറെ ലെവല് സാധനമായിരിക്കും കേട്ടോ, സത്യമായിട്ടും. നല്ല ക്യൂരിയോസിറ്റി കിട്ടുന്ന പേരാണ് പോളി സാധനം. ഐ ആം ഗെയിം. പോളി, ഇതിന്റെ ഡിസൈൻ ഒക്കെ സൂപ്പറായിട്ടുണ്ട്. ഓക്കെ, നമുക്ക് എന്തായാലും ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നു, ടൈറ്റിൽ ഇംഗ്ലീഷ് ടൈറ്റിൽ തന്നെ ആയിരിക്കും എന്നുള്ളൊരു ഉറപ്പുണ്ടായിരുന്നു. അതെന്തായാലും കറക്റ്റ് ആയിട്ടോ. ഈ അങ്ങനെ എഴുതിയിട്ടുണ്ട് അല്ലേ? ആ ശരിയാ. റോൾ യുവർ ഡൈസ്, ഐ ആം ഗെയിം. മറ്റത് റോൾ യുവർ ഡൈസ് എന്ന് പറയുന്ന മറ്റേ സാധനമാണ്, ലുഡോയുടെ ഒക്കെ ആ സാധനമല്ലേ, ലുഡോ കളിക്കുന്ന അത് കറക്കുന്ന കാര്യമാണ് പറയുന്നത്. റോളി സാധനം ഇതിനകത്ത് നോക്കി അറിയാം സംഭവം. ആള് ഇതിൽ ചെറിയൊരു വയലൻസ് പരിപാടിയും കൂടി നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ടല്ലോ. പൊളി സാധനം അല്ലേ? ഈ കയ്യിലേ ഇതിങ്ങനെ കെട്ടിയതേ, അത് ആള് ക്രിക്കറ്റ് നന്നായിട്ട് അധ്വാനിച്ച് കളിച്ചു കഴിഞ്ഞാലും അങ്ങനത്തോളം കെട്ടാറുണ്ട്. ഇത് നല്ല ഇടി കഴിഞ്ഞിട്ട് വന്നിട്ട് ഇതിലേക്കാണ് ചോര ഒഴുകുന്നത്. ആ ഒരു ഇഞ്ചുറിയാണ്. ചോര ഒഴുകുന്നുണ്ട്. അതായത് ക്രിക്കറ്റ് കളിച്ചാൽ എന്തായാലും ഇതിലൊന്നും ചോര വരാൻ ഒട്ടും ചാൻസ് ഇല്ല. ഇവിടെയൊക്കെ ചിലപ്പോ എന്തെങ്കിലും പരിക്ക് പറ്റിയേക്കാം. ഇത് നല്ല കുത്തിയിട്ട് വന്നിട്ട് ഇരിക്കുന്ന സംഭവം. പക്ഷെ കുത്തിയിട്ട് ഈ ഭാഗത്തല്ല മുറി, അതൊരു ശരിയാട്ടോ, കുറച്ച് മുകളിലാ. അതൊരു ശരിയാണ്. ഈ ഇപ്പട്ടെ ആയിട്ടാണ്, ഇവിടെയാണ് ഈ ഭാഗത്തായിട്ടാണ്. ഓക്കേ, എന്താണെങ്കിലും ഈ ഒരു പോസ്റ്റർ തന്നെ ഒരു ഭയങ്കര രസമുണ്ട് കേട്ടോ കാണാൻ. അതിന്റെ കളറും ആ സ്യൂട്ടിന്റെ കളറും എല്ലാം കൂടി നല്ല അടിപൊളി ഒരു സംഭവം. ഭയങ്കര റിച്ച് ഫീല്, നല്ല റിച്ച് സാധനം. എന്തായാലും കഥാപാത്രം അങ്ങനത്തെ തന്നെ ആയിരിക്കും. ഫസ്റ്റ് ലുക്ക് എന്തായിരിക്കും? അതെ, ഇങ്ങനെയാണ് ശരിക്ക് ടൈറ്റിലാണ് ആദ്യം അനൗൺസ് ചെയ്തത്. അതിനു മുൻപ് ടൈറ്റിൽ അനൗൺസ്മെന്റിന് ഒരു പോസ്റ്റർ, ശേഷം ടൈറ്റിൽ അനൗൺസ് ചെയ്യുന്നു. അത് ടൈറ്റിൽ ലുക്കിന് ഒരു പോസ്റ്റർ ഉണ്ടാവുമല്ലോ, അത് കണ്ടല്ലേ? അതിൽ തന്നെ കുറച്ചധികം അത്യാവശ്യം നല്ല ഡീറ്റെയിലിംഗ് ഉണ്ട്. ശേഷം ഇനി ആളെ കാണിച്ചു തരും. അങ്ങനെ വേണം. അത് ഇത് ചെറിയൊരു ചായകാച്ചലുണ്ട്. നമ്മുടെ ഖലീഫ അല്ലേ, ഖലീഫ സിനിമയുടെ ഒരു അനൗൺസ്മെന്റ് ഉണ്ടായിരുന്നില്ലേ? സൂട്ട്, അതേപോലെ ആ ഗോൾഡ് ഇങ്ങനെ ഒലിച്ചിറങ്ങുന്നത് ഏകദേശം അതിന്റെ ഒരു ഫീൽ ചെയ്യുന്നുണ്ട്. എന്താണെങ്കിലും പക്ഷെ ഇങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ സിനിമയ്ക്ക് ഭയങ്കരമായിട്ടുള്ള ഒരു അതായത് പിന്നീട് എപ്പോഴും സംസാരിക്കുമ്പോ ഇനി DQ40 അങ്ങനത്തെ ഒരു സംഭവത്തിലേക്കല്ല പോവുക. ഐ ആം ഗെയിം അതെന്ന് വരും, അതിന്റെ ഡീറ്റെയിൽ, അതിന്റെ അപ്ഡേറ്റ്സ് അങ്ങനെ വരുള്ളൂ. അതാണ് എപ്പോഴും ഒരു സിനിമ, ആ പേര് ഇങ്ങനെ എല്ലാവരുടെ ഉള്ളിലേക്ക് എത്തും. ചില സിനിമകളൊക്കെ വരുമ്പോൾ കണ്ടിട്ടില്ലേ പേര് ഇതേത് സിനിമ എന്ന് ചോദിക്കും ചില ആൾക്കാർ. അപ്പൊ അങ്ങനത്തെ ഒരു അവസ്ഥയിൽ നിന്ന് മാറിയിട്ട് ശരിക്കും ഇങ്ങനെ അനൗൺസ് ചെയ്ത് ഇങ്ങനെ വരണം. ഇനി ഫസ്റ്റ് ലുക്ക് വരുമ്പോഴും അതേപോലെ തന്നെ ആയിരിക്കും. ഈ ഒരു ക്യൂരിയോസിറ്റി തന്നെ ആയിരിക്കും ഫസ്റ്റ് ലുക്ക് കാണാൻ വേണ്ടി. പ്രേക്ഷകർ ഇഷ്ടം പോലെ പറയുന്നുണ്ട്. ഹേ എം ടൗൺ ഈസ് കമ്മിങ് ബാക്ക്. ഇത് ഒരു ഒന്നൊന്നര കംബാക്ക് തന്നെ. കിങ് ഈസ് ബാക്ക് ഇൻ മോളിവുഡ്. ഒടുവിൽ ആ ദിവസം വന്നെത്തി, രാജാവ് തിരിച്ചു വന്നു. ഡയലോഗ് പല ഡയലോഗുകളും ഇവിടെ കറക്റ്റ് ആണ്. എന്തായാലും രാജാവാകുമ്പോൾ വരവ് രാജകീയമായിട്ട് തന്നെയായിരിക്കും. അതിന്റെ സൂചന തന്നെയാണ് ഈ ഒരു പോസ്റ്റർ വരുന്നത് കേട്ടോ. പിന്നെ വേറൊരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ ഒരു പോസ്റ്റർ കാണാൻ അല്ലെങ്കിൽ ഇങ്ങനെ ഒരു അനൗൺസ്മെന്റ് കാണാൻ വേണ്ടിയിട്ട് മലയാളികൾ ഭയങ്കരമായിട്ടും കാത്തിരുന്നിട്ടുണ്ട്. കാരണം ആളിവിടെ ഇല്ല,
നമ്മുടെ മലയാള ഇൻഡസ്ട്രിയിൽ ആളില്ല. ശരിയാണ്, അപ്പുറത്ത് പോകുന്നുണ്ട്, ഹിറ്റ് അടിക്കുന്നുണ്ട്, ഒക്കെയാണ്. അത് മലയാളത്തിൽ വരുന്നുമുണ്ട്. പക്ഷേ ഒരു മലയാള സിനിമ എന്ന് പറഞ്ഞിട്ടൊരു സംഭവം വരുന്നില്ല. അത് ഇന്നലെ അതിന്റെ അനൗൺസ് എത്തുന്നു എന്നുള്ളത് കേട്ടപ്പോഴേ ഇത്രയും ആവേശം കൊള്ളാൻ തന്നെ കാരണം അതാണ്. മലയാളത്തിലേക്ക് ദുൽഖർ വീണ്ടും എന്നുള്ളത് ഭയങ്കര സന്തോഷം നൽകുന്ന ഒരു കാര്യമാണ്. ശരിക്ക് അത്രത്തോളം ആഘോഷിക്കുന്ന സിനിമകളാണ് ദുൽഖറിൻ്റെത്. പിന്നെ അത്രക്ക് ഫാൻസ് ഉള്ള ഒരു നടൻ. തീർച്ചയായിട്ടും ആ രീതിയിൽ കാത്തിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ് ഇതിന്റെ തെളിവ്. എന്താണെങ്കിലും ഇനി മറ്റുള്ള അപ്ഡേറ്റ്സിന് വേണ്ടിയിട്ട് കാത്തിരിക്കാം. എന്തായാലും തുടക്കം ഇട്ടല്ലോ, മതി. ഇനി അങ്ങ് പോന്നോളൂ. ഇനി കളി നമുക്ക് നന്നായിട്ട് കളിക്കാം, ഇനി ഒരുമിച്ച് കളിക്കാം. അതാണ് ഇനി എന്റെ കളിയാണ്. ഓക്കെ, അത് എന്തായാലും ഞങ്ങൾ പോവാണ്. മറ്റുള്ള വിശേഷങ്ങളുമായിട്ട് ഉടനെ തന്നെ വരാം. ബൈ. ബൈ.